ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മക്കൾക്ക് ബിസ്മി ചൊല്ലാൻ പഠിപ്പിക്കണം. അത് ശൈത്വാനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദിക്റാണ്. വീട്ടിൽ ആയത്തുൽ കുർസി അഥവാ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗങ്ങൾ ഓതുന്നത് പതിവാക്കണം. അതുകൊണ്ടാണ് ഹദ്ദാദ് റാത്തീബ് ചൊല്ലണമെന്ന് വെറുതെ പറഞ്ഞതല്ല. അൽ ബഖറ സൂറത്ത് പിശാചിനെ നിന്ന് കാവലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പിശാച് തന്നെ പഠിപ്പിച്ചു കൊടുത്തതാണ്. ആയത്തുൽ കുർസി വർദ്ധിപ്പിച്ചാൽ എന്റെ ശല്യം ഉണ്ടാവില്ല. കൊണ്ട് വീട്ടിൽ ആയത്തുൽ കുർസി ഓതണം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്ന മക്കളാവണം. എല്ലാവരും ബിസ്മി ചൊല്ലണം. ബാത്റൂം ശ്രദ്ധിക്കണം, വീടിന്റെ വാതില് ശ്രദ്ധിക്കണം. അതുപോലെ സുബ്ഹിന്റെ ശേഷമുള്ള ഉറക്കം ശ്രദ്ധിക്കണം. സുബ്ഹി നിസ്കരിച്ചിട്ട് ഉറങ്ങുന്നതും പ്രശ്നമാണ്. സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങുന്നവരെ കുറിച്ച് മുത്തുനബി തങ്ങൾ പറയാണ്, ബാല ശൈത്വാനു ഫീ ഉദ്നൈ, രണ്ട് ചെവിയിലും പിശാച് മൂത്രമൊഴിക്കുന്നതാണ്. നാളെ രാവിലെ സുബ്ഹി നിസ്കരിച്ച് കടന്നുറങ്ങിയിട്ട് ഉസ്താദ് വെറുതെ പറഞ്ഞതാ, ഞാൻ തൊട്ടോക്കി മൂത്രമൊന്നും കാണുന്നില്ല എന്ന് ചോദിച്ചു വരണ്ട. ഇമാമിങ്ങൾ അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ആ പറഞ്ഞതിന്റെ അർത്ഥം പൈശാചിക ദുസ്വഭാവങ്ങളാ മനുഷ്യരുണ്ടാവും. കാരണം മൂത്രത്തിലൂടെയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ വേസ്റ്റ് പുറത്തേക്ക് തള്ളുക. അതൊക്കെ വിശദീകരിക്കാൻ സമയമില്ല. മൂത്രത്തിലൂടെയാണ് വിഷങ്ങൾ പുറത്തേക്ക് തള്ളുക. പിശാച് മൂത്രമൊഴിക്കുന്നു പറഞ്ഞാല് സുബ്ഹിന്റെ ശേഷം ഉറങ്ങുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ പൈശാചിക ദുസ്വഭാവങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ്. അങ്ങനെയുള്ള